2 മാസം മുമ്പേ ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ ഒരു ഇവിടെ തന്നെ കിളിച്ച് വന്ന ഒരു മുളക് തൈ എന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നു. അത് 1-2 സ്ഥലത്ത് മാറ്റി വെച്ചിട്ടും കായുണ്ട്, ഒരു പൂവുണ്ടാകും. പൂവിൽ പുഴു കുത്താത്ത ഇലകളും പുഴു കുത്താത്ത പൂക്കളും പുഴു കുത്താത്ത മുളകും കിട്ടുമായിരുന്നു. ഇത്രയും നല്ല രീതിയിൽ കരിഞ്ഞ നിറത്തിലുള്ള നല്ല എരിവാണിതിന്. ഇതൊരു വെറൈറ്റി മുളകാണെന്നറിയാം. അത് ഞാൻ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മാസമായി. 2 മാസത്തിനിടയ്ക്ക് പൂവിട്ടപ്പോഴൊന്നും എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞു പൂവിടാനൊക്കെ. അതായത് നമ്മളെപ്പോഴും മാറ്റി നടുമ്പോൾ കുറച്ച് ദിവസം കഴിയും പൂവിടാനായിട്ട്. പുതിയ വേരുകൾ പുതിയ മണ്ണിലേക്ക് ഇറങ്ങണം. അങ്ങനെ കുറച്ച് വളമൊക്കെ കൊടുത്തു. അതായത് സാധാരണ രീതിയിലുള്ള ചാണകപ്പൊടി, അങ്ങനെ ഉള്ള വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടിയൊക്കെ കൊടുത്തിരുന്നു. വളരെയധികം നാൾ, അതായത് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അതിൽ പൂവിട്ട് തുടങ്ങിയത്. വേര് പിടിച്ച് തുടങ്ങിക്കാണും, അന്നേരം പൂവിട്ട് കഴിഞ്ഞ് ഇപ്പം ഇത്രയും വലിപ്പമുള്ള മുളകുകളായി. ഇതിനിടയ്ക്ക് ഒന്നും വീഡിയോ ഇടാനായിട്ട് സമയമൊന്നും കിട്ടിയില്ല, എടുക്കാൻ സമയം കിട്ടിയില്ല, മറ്റ് തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മുളകുകൾ ഇതിനകത്തിപ്പം ഉണ്ടായി നിൽക്കുന്നുണ്ട്. ദൈവദിനം ഇതിനകത്തൊരു കുരുടിപ്പ് കാണുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഈ മുളക് തൈയിൽ കുരുടിപ്പില്ല. ഇത് ഞാൻ ഒരിടത്തുനിന്ന് വാങ്ങിച്ചതായിട്ട് ഓർക്കുന്നില്ല. ഇനി നേരത്തെ ഒരു വിത്തുകൾ വാങ്ങിച്ചത് കവറിൽ നിന്നും നമ്മൾ മുളക് പറിക്കുമ്പം എപ്പോഴും ഈ കൊണ്ടയ്ക്ക് കേട് വരാതെ ഇവിടെ വെച്ച് ഈ ഞെട്ടോട് കൂടി നമ്മൾ മുറിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഞെട്ട് അവിടെ നിന്നിട്ട്, ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒടിക്കുന്നതെങ്കിൽ ഇതാ ഞെട്ട് അവിടെ നിൽക്കുകയാണ്. നമ്മൾ പൂ ഒടിച്ചു, കായ ഒടിച്ചു, ഞെട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മുളക് തൈയിലേക്ക് മുളകിൻ്റെ ചെടിയിലേക്ക് കയറുന്ന വളം ഇതിനെ പോഷിപ്പിക്കാനും കൂടി ഉപയോഗിക്കപ്പെടും. അങ്ങനെ ഉപയോഗിക്കപ്പെടുമ്പം അത് പുതിയ പൂക്കളും പുതിയ ശിഖരങ്ങളും പുതിയ കായ്കളും ഉണ്ടാവുന്ന ഇതിനുള്ള പോഷകാംശം ഈ ഞെട്ടിലേക്ക് പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറിക്കുമ്പം, ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ വളരെ സൂക്ഷിച്ച് പറിക്കണം. പലരും ഞെട്ടിനെ ഒടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ കൊണ്ടയ്ക്ക് കേട് വരാതെ ഒടിക്കണം. കൃഷിസ്ഥലങ്ങളിലും മറ്റും, വിപുലമായ കൃഷിസ്ഥലങ്ങളിലും മറ്റും അങ്ങനെ ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതം. കൂടുതൽ വിളവ് അടുത്ത തവണ കിട്ടുന്നതിലേക്ക് അത് സഹായിക്കും. ഈ ഞെട്ട് നമ്മൾ പറിച്ചെടുത്ത് വയ്ക്കുക. ഞാനിത് വിളവെടുക്കുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. ഞെട്ടോടുകൂടി പറിക്കണം. ഞെട്ടോടുകൂടി പറിക്കുമ്പം അതിൻ്റെ